നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 3 പുനലൂരിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു. പ്ലാച്ചേരി കൃഷ്ണവിലാസത്തിൽ സന്തോഷ് എന്ന ചെറുപ്പക്കാരൻ. നാളിതുവരെ പുരുഷന്റെ പീഡനം മൂലം സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടുശീലിച്ച നാട്ടുകാർക്ക് ഈ സംഭവം ഉൾക്കൊള്ളാനായില്ല. സന്തോഷിന്റെ മൃതദേഹം സംസ്കാരത്തിന് വിട്ടുകൊടുക്കാതെ നാട്ടുകാർ വലിയ ഉപരോധം തീർത്തു. സന്തോഷിന്റെ മരണത്തിന് കാരണക്കാരിയായ, ആത്മഹത്യക്ക് പ്രേരണയായ ഭാര്യ അനുവിനെ അറസ്റ്റ് ചെയ്യണം എന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അവര് പറയാനുള്ള സാറിനോട് പറയട്ടെ. ഈ സംഭവത്തിനകത്ത് ഈ കുടുംബശ്രീ അംഗങ്ങളായ ഞങ്ങൾ, ജാഗ്രതാ സമിതിയിൽ അംഗങ്ങളായ ഞങ്ങൾ എതിർക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, സ്ത്രീകളോട് കൂട്ടുചേർന്ന് സ്ത്രീകൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടെന്ന് ഈ JDS ആയ എനിക്കിന്ന് നിൽക്കേണ്ടി വന്നത് മാസങ്ങളോളമായി ഈ സാറന്മാരുടെ മുമ്പിൽ ഓരോ അപേക്ഷയായിട്ടും മാസങ്ങൾ കൊണ്ട് ഈ സന്തോഷിനെ കൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഈ മരിക്കുന്ന ദിവസവും ഈ സാറന്മാരുടെ അടുത്ത് വന്ന് വാവിട്ട് കരഞ്ഞ് എനിക്ക് 10 ദിവസം വിട്ട് കിടക്കണമെന്ന് ഈ നിയമപാലകരായ അവര് ദയവ് കാണിച്ചിരുന്നെങ്കിലും ഇന്ന് ഈ കിടക്കില്ല. ഇതിന് പരിഹാരം മാത്രമല്ല, ഈ സ്ത്രീയെ അമ്മയെ അറസ്റ്റ് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ, അറസ്റ്റ് ചെയ്യുന്നത് ഇനി ഒരു പുരുഷന്മാർക്കും ഇങ്ങനെ സ്ത്രീകളിൽ നിന്ന് പീഡനം ഉണ്ടാകാൻ പാടില്ല. പിന്നെ സാറ് പറയാനുള്ള കേക്ക് പറഞ്ഞല്ലോ, സാറ് പറയാനുള്ള കേക്ക് കേട്ടിട്ട് തീരുമാനമെടുക്കാം നമുക്ക്. പോലീസിനകത്ത് പറയാനില്ല. പോലീസിന് പറയുന്നത് അവളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. യാതൊരു സംശയവും. സാറേ, ഈ 4 ദിവസം അവരിന് മുമ്പുള്ള ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പൊയ്ക്കോട്ടെ. വിഷമടിച്ച് കിടന്നപ്പോ ഞങ്ങൾ അവിടെ ചെന്ന് അവളോട് തൊഴുതു പറഞ്ഞ് ഇവന്റെ കൂടെ പോകാൻ, നീ പോകാൻ പറഞ്ഞിട്ട് അവള് കേറാതിരുന്നിട്ട് ഈ ജഡം എടുക്കുന്ന സമയത്ത് കരുത്ത കിടന്ന മാല ഊരിക്കൊണ്ട് അവള് വാരിക്കട്ടി പോയത്. അവള് ഈ ആശുപത്രിയിൽ പോയി ഈ 4 ദിവസമായി. 2 ദിവസമെങ്കിലും ശുശ്രൂഷിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രതിഷേധം വരത്തില്ലായിരുന്നു. തയ്യാറാണ്. ഇനി ഞങ്ങളുടെ വാർഡിൽ ഒരു പുരുഷന്മാർക്ക് ഇങ്ങനെ പൊതുവെ കണ്ടു പരിചയമില്ലാത്ത സംഭവമാണ്. രോഗിയായ സന്തോഷിന് സ്വന്തം വീട്ടിൽ കഴിയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലത്രേ. ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷ് പലവട്ടം പോലീസിൽ പരാതികൾ നൽകിയിട്ടുണ്ട്. വിഷം കഴിച്ച സന്തോഷിന്റെ മാലയുമൂരി ഭാര്യ അനു സ്ഥലം വിട്ടു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇനി ഒരു കുടുംബനാഥനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് എന്നാണ് നാട്ടിലെ സ്ത്രീകൾ ചൂണ്ടിക്കാട്ടുന്നത്. സാറേ, എവിടെ ഉണ്ടെങ്കിലും അവർ അറസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞങ്ങൾ 210 സ്ത്രീകളും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കിടക്കും. തീർച്ചയായിട്ടും കിടക്കും. ഇത് ഒരു സ്ത്രീകളും ഇനി ഒടുവിൽ 2 ദിവസത്തിനു ശേഷം സന്തോഷിന്റെ ഭാര്യ അനുവിനെയും അവരുടെ അമ്മയെയും പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അനുവിനെതിരെ കേസെടുത്തു. വൈദ്യപരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പൊതുവെ സ്ത്രീപക്ഷ നിയമങ്ങൾ പുരുഷനെ ഗൗനിക്കാത്ത ഈ ലോകത്ത് ഒരു കൂട്ടം സ്ത്രീകൾ ഒരു പുരുഷന് വേണ്ടി ശബ്ദിച്ച കാഴ്ചയാണ് ആഴ്ചവട്ടം കാട്ടിത്തരുന്നത്. കഥകൾ പോലീസ് തന്നെ പറയട്ടെ. ഇടമൺ സ്വദേശിയായ സന്തോഷ്, ഏജ് 45, പ്ലാച്ചേരിയിലുള്ള അനു എന്ന് പറയുന്ന ഒരു സ്ത്രീയായി വിവാഹം കഴിക്കുകയും വിവാഹശേഷം അവരിങ്ങനെ ദാമ്പത്യ ജീവിതം നടന്നു വരികയും ഇവനെന്തോ ഈ സന്തോഷം എന്ന് പറയുന്ന ആൾക്കെന്തോ പ്രത്യേകമായ അസുഖം ബാധിക്കുകയും തുടർന്ന് അസുഖം ബാധിച്ചു കഴിഞ്ഞ് ഇയാളെ വീട്ടുകാർ, എൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരും തള്ളിപ്പറയുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികൾ കിട്ടുകയും ആ പരാതി അടിസ്ഥാനത്തിൽ അവനെ താൽക്കാലികമായി കിടക്കുന്നുള്ളൊരു സ്ഥലം കൊടുക്കുവാൻ ഈ ഒരു ധാരണ പോലീസ് സ്റ്റേഷനിൽ പറയുക. എന്നാലും എൻ്റെ ഭാര്യയും അമ്മയും അത് ചെയ്യാൻ തയ്യാറാവുകയും തുടർന്ന് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് പോയി 30/8/2014 ഈ സന്തോഷ് ഏതോ തരത്തിലുള്ള വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും തുടർന്ന് 2/8/14 ഗൗരവം പിടിക്കാനുള്ളതിന് മറ്റ് വെച്ച് ഇയാൾ മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവം നാട്ടിലൊരു ചർച്ചാ വിഷയമാവുകയും സ്ത്രീ പുരുഷനോടുള്ള ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം, കാര്യങ്ങൾ, അവൻ്റെ അപകടാവസ്ഥയിലും മറ്റും അവനെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അവിടുത്തെ സ്ത്രീ ശക്തിയും വിവിധ തരത്തിലുള്ള സ്ത്രീ സംഘടനകളെല്ലാം കൂടെ ചേർന്ന് റോഡിലൊരു ഉപരോധം സൃഷ്ടിക്കുകയും ഈ ബോഡി അവിടെ വെച്ചിട്ട് ഇവർക്കെതിരെ ആക്ഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങൾ പോലീസ് പാർട്ടിയുടെ സ്ഥലത്തിലെയും ഇവർ കുറ്റക്കാരാണെന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ, അന്വേഷണത്തിൽ കുറ്റം തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്ത് ഓടി മാറുകയും ചെയ്തു. തുടർന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇവർ ചെയ്തത് ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുകയും തുടർന്ന് ഇന്ന്
KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് 9 മണിയോടുകൂടി ഞാൻ എൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയും ഇതിലെ പ്രതികളായ അനു എന്ന് പറയുന്ന സന്തോഷിൻ്റെ ഭാര്യയാണ് രത്നവല്ലി, ഈ അനുവിൻ്റെ അമ്മയാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിലെ അക്യൂസർ പ്രതികളായിട്ട് പറയുന്നവർ. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യും, അവരെ കോടതിയിൽ ഹാജരാക്കുകയും. പുരുഷന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന തമാശവാക്കി ഈ സംഭവത്തെ ഒതുക്കുന്നില്ല. ഈ സംഭവം പ്രേക്ഷകന്റെ ചിന്തയ്ക്ക് വിടുന്നു. ഓർക്കുക, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഭാര്യയുടെ പീഡനം സഹിച്ച് കഴിഞ്ഞുകൂടുന്ന നിരവധി ഭർത്താക്കന്മാർ ഈ നാട്ടിലുണ്ട്. ഈ സംഭവത്തെ അവിടെ വിട്ടിട്ട് നമുക്കൊരു പോലീസ് കഥയ്ക്ക് പിന്നാലെ പോകാം. പുനലൂരിൽ പോലീസും പൊതുജനവും തമ്മിൽ അടുത്തിടെ നിരന്തരം പ്രശ്നങ്ങൾ. പോലീസിന്റെ സമീപനത്തെപ്പറ്റി പൊതുജനത്തിന് ആകെ പരാതി. പുതിയ SI ചാർജ് എടുത്ത് ആദ്യ നാളുകളിൽ തന്നെ അതുണ്ടായി. ഞാനിവിടെ എന്റെ കോൺട്രാക്ടറും കഴിഞ്ഞ് 2 ജോലിക്കാരായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തിനാ അവിടെ കൂടെ നിൽക്കുന്ന പൊയ്ക്കോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാൻ സാധനം വണ്ടി എടുക്കാൻ വന്നപ്പോൾ എന്നെ പോകുന്നില്ലെന്ന് ചോദിച്ച് SI വന്ന് എൻ്റെ കുത്തിന് കയറി പിടിച്ചു. ഞാൻ എൻ്റെ ജോലിക്കാരോട് ജോലിക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കാര്യമില്ലാതെ അത് ഞാൻ ഇന്നും വന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്നത്, കുതിരച്ചർ താമസിക്കുന്നത്. ഒരു കാര്യമില്ലാതെ എൻ്റെ കുത്തിന് കയറി വേദന എടുക്കുന്നു എനിക്ക്. അത് വരവറിയിക്കലായിരുന്നു 2-3 ആഴ്ചകൾക്ക് മുമ്പ്. പോലീസിന്റെ ഒരു മനഃശാസ്ത്രം അവർ വിവരിക്കുന്നത് ഇങ്ങനെ: ഒരു SI അല്ലെങ്കിൽ CI പുതുതായി ഒരു പ്രദേശത്ത് ചാർജ് എടുത്താൽ ആദ്യ നാളുകളിൽ കണ്ണിൽ കാണുന്നവന്റെ എല്ലാം നെഞ്ചത്തേക്ക് കയറണം. അപ്പോൾ അദ്ദേഹം ഒരു കടുപ്പക്കാരനാണ് എന്ന് മനസ്സിലാക്കി പ്രദേശത്തെ ക്രിമിനലുകളൊക്കെ പത്തിമടക്കി ഒതുങ്ങും. ഈ മനഃശാസ്ത്രമാണ് വഴിയോരത്ത് നിന്ന ഒരു പാവത്താന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പ്രയോഗിച്ചത്. ഞാനിവിടെ എന്റെ കോൺട്രാക്ടറും കഴിഞ്ഞ് 2 ജോലിക്കാരായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തിനാ അവിടെ കൂടെ നിൽക്കുന്ന പൊയ്ക്കോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാൻ സാധനം വണ്ടി എടുക്കാൻ വന്നപ്പോൾ എന്നെ പോകുന്നില്ലെന്ന് ചോദിച്ച് SI വന്ന് എൻ്റെ കുത്തിന് കയറി പിടിച്ചു. ഞാൻ എൻ്റെ ജോലിക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കാര്യമില്ലാതെ അത് ഞാൻ ഇന്നും വന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്നത്, കുതിരച്ചർ താമസിക്കുന്നത്. ഒരു കാര്യമില്ലാതെ എൻ്റെ കുത്തിന് കയറി വേദന എടുക്കുന്നു എനിക്ക്. ഇത്രയും കാര്യങ്ങൾ ഒരു പശ്ചാത്തലമായി കരുതുക. ഇനി വലിയ ചർച്ചയായ ഒരു ക്രമസമാധാന പാലനത്തിലേക്കാണ് ആഴ്ചവട്ടം നീങ്ങുന്നത്. ചെമ്മന്തൂരിൽ താമസക്കാരനായ കുമാർ എന്ന മധ്യവയസ്കനും അയൽവാസിയായ പോൾ ആന്റണിയും തമ്മിൽ തർക്കം. തനിക്ക് മർദ്ദനമേറ്റു എന്ന് ചൂണ്ടിക്കാട്ടി കുമാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ സമയം കുമാർ ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നു കാട്ടി ഒരു പരാതി പുനലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി. പോലീസിന് കുമാറിനെതിരായ പരാതിയാണ് ഗൌരവമുള്ളതായി തോന്നിയത്. ഉടൻ നടപടിയുണ്ടായി. അവശനിലയിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുമാറിനെ പുനലൂർ SI നിർബന്ധപൂർവ്വം ഇടപെട്ട് ഡിസ്ചാർജ് ചെയ്യിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇതേ തുടർന്ന് പൊതുപ്രവർത്തകർ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഇരമ്പിക്കയറി. അവശനിലയിലായ കുമാറിനെ തിരികെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം എന്നതായിരുന്നു പൊതുപ്രവർത്തകരുടെ ആവശ്യം. ചർച്ചകൾ പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുമ്പോൾ ഹെർണിയ രോഗബാധിതനായ കുമാറിന്റെ ഗുഹ്യഭാഗത്ത് വീക്കം സംഭവിച്ച് അസഹ്യമായ വേദന തുടങ്ങിയിരുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്. ഇത് നോക്കോലും അതെന്തൊരു ന്യായം. അത് അയാളെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യാതെ ബാക്കി കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ നമുക്ക്. പിന്നെ അയാളെ ഞങ്ങൾ നോക്കി വന്നിട്ട് പിന്നെ അയാളെ ആശുപത്രിയിലാക്കണ്ടേ? അതെന്തൊരു മര്യാദ കാണിക്കുന്നത്? ഞാൻ അവിടെ ഡോക്ടറുടെ മുമ്പിൽ പിന്നെ അവിടെ നിന്ന് പൊക്കി എടുത്തോണ്ടാണ് ഞാൻ അവിടെ കിടക്കുന്നത്. ആയിക്കോട്ടെ, നീ ആരോഗ്യ പരിരക്ഷ കൊടുത്തിട്ട് എന്താ സർ ഇയാളെ ആശുപത്രിയിലാക്കിയേ പറ്റും. അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാം കൂടെ അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് ഗ്യാസ് മുതൽ ഗ്യാസ് ഇവിടെ തൊട്ട് നോക്കും. ഇവിടെ തൊട്ട് നോക്കും. ഇവിടെ തൊട്ട് നോക്കും. തീർത്തിരിക്കുകയാണ് അടി ഇവിടെ ആരെങ്കിലും സംശയമുണ്ടോ? ഇവിടെ തൊട്ട് നോക്കും. തീർത്തിരിക്കുക അടി എന്തോ തോന്നുന്നു എനിക്ക്. ഇതാ തല്ലിയതിൻ്റെ പുസ്തകത്തിൻ്റെയാണോ?
ഹെർണിയ രോഗബാധിതനായ ഒരുവന്റെ വൃഷണങ്ങൾ വീർത്താൽ വേദനയുണ്ടാകുമോ, അതിന് എത്രത്തോളം തീവ്രതയുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊന്നും പോലീസ് മാനുവലിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. വേദന എടുക്കുന്നവനെ അതിന്റെ തീവ്രത അറിയാനാകൂ. അത്തരമൊരു സാഹചര്യത്തിൽ വേദന സത്യമാണെങ്കിലും അല്ലെങ്കിലും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതിനുമൊക്കെ അപ്പുറം മനുഷ്യത്വമാണ്. ജനമൈത്രി എന്ന തലക്കെട്ടുകൂടി ചേർത്ത് അറിയപ്പെടുന്ന പുനലൂർ പോലീസ് ഇക്കാര്യത്തിൽ ചെയ്തത് ജനദ്രോഹമാണ് എന്നാണ് ജനം പറയുന്നത്. അന്യായമായ പ്രവൃത്തി ഈ കേസിന്റെ ഫ്രം ദ വെരി ബിഗിനിങ് അന്യായമാണ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ വീട്ടിൽ നിറക്കരുത്. ഇയാളുടെ മോന്റെ പാസ്പോർട്ട് സാറെടുത്തു. ഇയാളെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ സാർ ഇന്നലെ ലോക്കപ്പിൽ അടിച്ചു. ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. സാർ ഞാൻ ഒരു കാര്യമല്ലേ പറഞ്ഞോളൂ. സാർ അവിടെ പോയിട്ട് ഇയാൾക്കാണോ അടി കൊണ്ടത് മാത്രം സാറ് തിരക്കിട്ട് സാറ് യുക്തമായി തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വെല്ലുവിളിച്ച് വലിച്ചെടുത്തോണ്ട് വന്നെങ്കിൽ ശരി. ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞു, ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ എഴുതി കൊടുത്താണ് വായിച്ചത്. പോലീസ് എഴുതി കൊടുത്താണ് ഇയാളെ അവിടെ നിന്ന് വായിച്ചത്. സൂപ്രണ്ടിന്റെ അടുത്ത് സാർ ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിന് ഉള്ള സാധ്യതകളുണ്ടോന്ന് സാറ് പോയി ആ അടി നടന്ന സ്ഥലത്തിൽ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. സാറ് പോയാലും കുഴപ്പമില്ല, അദ്ദേഹം പോയാലും കുഴപ്പമില്ല. അവിടെ ചെന്നിട്ട് ഇയാളെ അയാൾ അടിച്ചോ അയാളെ ഇയാൾ അടിച്ചോ എന്നുള്ളത് ഒരാൾ പറഞ്ഞാൽ മതി. ഒറ്റ ഒരാളിനെ കൊണ്ട് പറയിച്ചിട്ട് നിങ്ങൾ, ഞാനിത് ഇന്നലെ പറഞ്ഞ സാറിനോട്, നമുക്കൊരു ന്യായമില്ല സാറേ നാട്ടിൽ. ഒരാൾ ഈ കാര്യത്തിൽ ഇയാൾ ഈ പട്ടണത്തിൽ എത്രയോ കാലം കൊണ്ട് കാപ്പി കച്ചവടം ചെയ്ത് ജീവിക്കുന്നവനല്ലേ. രാഷ്ട്രീയ നേതാക്കന്മാരോട് നിൽക്കുന്ന സാറേ ഇയാളെ ഒരുത്തൻ ഡോക്ടർ ഫിറ്റ്നസ് എന്ന ഇയാളെ അടിച്ചിട്ട് സൂപ്പറിന്റെ ഫിറ്റ്നസ് അത് അയാളെ ഇപ്പൊ അല്ല ആശുപത്രിയിലാക്കണം സാറേ. അതൊന്നും വേണ്ട. അയാൾ കൊലക്കേസുണ്ട്. അപ്പൊ ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ എന്താ പറഞ്ഞ ഡിസ്ചാർജ് ചെയ്യാൻ ഹോസ്പിറ്റലാക്കണമെന്നല്ലേ മാനിയായിട്ട് സഹകരിക്കാം. കുറച്ചുപേർ ഇറങ്ങിയിരിക്കാൻ പറയാം. ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. കാര്യങ്ങളൊന്നും വേണ്ട. ഞങ്ങളുടെ ഞങ്ങളിതൊക്കെ ഒരുപാട് കണ്ടതാ. അതൊക്കെ അയ്യോഭാവിയെ നടത്തി ഞങ്ങളിതൊക്കെ കഴിഞ്ഞതാ. സാറിന് ഒരുപാട് പരിമിതികൾ. ഇയാളെ ആശുപത്രിയിലാക്കണമെന്ന് അയാളെ ആശുപത്രി കൊണ്ടുപോകണം. എഴുതിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അയാളെ ആശുപത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വലിച്ചെടുത്തോണ്ട് വന്നതല്ല. താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ പഠിച്ച MBBS ഡോക്ടർ ഫിറ്റ്നസ് പറയാമല്ലോ. സമ്മർദ്ദം നിയമം ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംശയമുണ്ടാകും ഇത്തരം സാഹചര്യങ്ങളിൽ. സാധാരണക്കാരൻ ഒരു ആവലാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടിക്കും. നിയമം സാധാരണക്കാരനെ ഉപദ്രവിക്കാനുള്ളതാണ് എന്ന് ജനം വ്യാഖ്യാനിക്കും. ആഭ്യന്തര വകുപ്പിനെ രാക്ഷസന്മാരുടെ കൂട്ടമായി കാണും. രോഗബാധിതനായി അവശനായ ഒരാളെ ആശുപത്രിയിലാക്കാൻ ജനം പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചുകയറി യാചിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ചിന്തിക്കുക, ഇത് നാടോ അതോ കാടോ? പ്രായമൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ 10-60 വയസ്സുള്ള മനുഷ്യൻ ജാമ്യം കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഇനി ഷോ എന്നും വേണം. നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നടന്നു വന്ന മനുഷ്യൻ
സാർ അവിടെ പോയിട്ട് സാർ ഇയാളെ കൊണ്ടുവന്ന കേസിന്റെ കേസിന്റെ സ്വഭാവം വേണം സാറേ. കേസിന്റെ സ്വഭാവം വലിയ പ്രധാന കാര്യം. ഈ പുനലൂർ ടൗണിൽ ഇയാളെ പോൾ ആന്റണിയെ അടിച്ചോ, പോൾ ആന്റണി ഇയാളെ അടിച്ചോ എന്നുള്ളത് പോലീസ് പ്രാഥമികമായി തിരക്കിയിട്ട് ഇഷ്ടമുള്ള ചെയ്തോളാം ഞാൻ പറഞ്ഞു. ജനത്തിന്റെ പ്രതിഷേധം സഹിക്കാനാവാതെ ഒടുവിൽ പോലീസ് കുമാറിനെ ആശുപത്രിയിലാക്കി. ഈ ബഹളത്തിനിടയിൽ പലപ്പോഴായി പറഞ്ഞുകേട്ട പോൾ ആന്റണിയും കുമാറും അയൽക്കാരാണ്. അവർക്കിടയിൽ സംഭവിച്ചത് എന്താണ്? കുമാറിന് പറയാനുള്ളത് ഇതാണ്. പെണ്ണുങ്ങളെ ചീത്ത വിളിക്കുന്ന അയാളുടെ എല്ലാവരും വീട്ടിൽ ചെന്ന് അന്വേഷിച്ചാലും നസീമയെ വിളിച്ച് വർഗീസിനെ വിളിച്ച് അവരുടെ വീട്ടിൽ മീൻ വെള്ളം കൊണ്ടുപോയി വിളിച്ച് അയാൾക്ക് ഇത് പെണ്ണുങ്ങളെ ചീത്ത വിളിക്കുന്ന ജോലിയേ ഉള്ള അയാൾക്ക്. പേര് പാസ്റ്റർ. താറാവ് മുറ്റത്ത് കിടക്കുമായിരുന്നു ഒരു 5 താറാവ്. അപ്പോൾ അവൻ്റെ പെണ്ണുമ്പിള്ളെന്ന് പറഞ്ഞ് എന്തുപാടി വണ്ടി വന്നു കഴിഞ്ഞ് താറാവ് മാറ്റിക്കൂടെ വന്നു. ഇവിടെ അന്നേരം താറാവ് മാറ്റി എപ്പോഴും വണ്ടി വന്നാൽ ഞങ്ങൾ ഓടിക്കണം മാറ്റും. വീട്ടിൽ വെച്ചോ, എൻ്റെ വീട്ടിൽ മുറ്റത്ത് വെച്ചോ. അങ്ങനെ പെണ്ണുമ്പിള്ളയും അവർ 2 പേരും കൂടെ വാക്ക് തർക്കം ഉണ്ടായപ്പോഴാണ് ഇയാൾ കാറിന് എടുത്തുകൊണ്ടുവന്ന് താറാവ് മുട്ടിയിലാണ് കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്തുപാടി ഇനി കാണ്ടിക്കാർ ഇവിടെ കിടന്ന് വിളയുവാനോട് എന്നെ ഇവിടെ നിന്ന് കെട്ടിയിട്ടേ ഉള്ളൂ. ബാക്കി കാർ തന്നെ ഇറങ്ങിയിട്ട് ഒറ്റ തള്ളുന്നതും ഞാൻ വീട്ടിനകത്തിരുന്ന് ഇറങ്ങി വരുന്നു ഒത്തായിരുന്നു. ഞാൻ പണിയായിട്ട് കുഴി കഴിച്ചിട്ട് കിടന്നതാണ്. ഇത് വേറെ സംഭവം പറഞ്ഞായിരിക്കും ആരുടെ പെണ്ണുങ്ങൾ വഴി ചീത്ത വിടുന്നു, പെണ്ണുങ്ങളങ്ങ് പോകുന്നു പറഞ്ഞ് ഉണ്ടാതിരുന്നതാണ്. ഈ ആണുങ്ങൾ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അയ്യോ പിടിച്ച് തള്ളുന്നത് അവരെൻ്റെ ദേഹത്ത് വന്ന് എൻ്റെ സിറ്റൗട്ട് വന്ന് വീഴുന്നു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് എൻ്റെ കൈക്ക് അവൻ്റെ നഖം കണ്ടു. ഈ അവൻ്റെ ഇടത്തേക്ക് കൈകൊണ്ട് ഇടത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യം ചെടിക്കിട്ട് വരണം. ഈ കോടാപ്പാണ്ടി താഴെ എന്ന് പറഞ്ഞ് ചെടിക്കിട്ട് ഇവിടെ അടിച്ചിട്ട് ഈ കൈ കൊണ്ട് തടുക്കാൻ പോയപ്പോൾ ഇവിടെ പോയി കുത്തി ആറാമത്. അങ്ങനെ കുത്തിയപ്പോൾ അയാളുടെ ഷൂ കൊണ്ട് ഈ കാല് ചവിട്ടി പിടിച്ചേക്കുക. നിനക്ക് കാൽ നോക്കാനൊക്കെ അങ്ങനെ ഈ നഖം അറ്റുപോയെ. ആ നഖം പോയത് അങ്ങനെ ഷൂ ഇട്ടേക്ക് പറഞ്ഞാൽ ഈ ചവിട്ടിയിലാണ് തോന്നുന്നത്. അന്നേരം ഒന്നും ശ്രദ്ധിച്ചില്ല. അന്നേരം ആകത്തുള്ളൂ. ഇന്ന് ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു. ഇന്ന് വന്നത് കൂടുന്നു. നിലകളിലെ സംഭവം ഇന്നലെ ഇഞ്ചക്ഷൻ മരുന്ന് കുടിച്ചപ്പോൾ ആ വേദന ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവരിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡോക്ടറെ അടുത്ത് കാണിക്കൊന്നും പറഞ്ഞാൽ ഇരുന്നടാ ചെവി വേദന ഉണ്ട്, അടിച്ചതിന്റെ ചെവി വേദന ഉണ്ട്. അല്ല, ഇവരെഴുതി മേടിച്ചോണ്ട് വന്നയാ. രാവിലെ വന്ന് ഇവർ എഴുതി മേടിച്ചോണ്ട് വന്നയാ. അവർ ഡിസ്ചാർജ് ചെയ്തില്ല, എന്നെ ഡോക്ടർ ചെയ്തില്ല. ഇവർ അവിടെ വന്ന് കണ്ട് എഴുതി മേടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാ. അത്രേ ഉള്ളൂ. അല്ലാതെ സൂപ്പറിന്റെയും കണ്ടില്ല, ഡോക്ടറെയും കണ്ടില്ല. അവരെഴുതി മേടിച്ചതാ. അല്ലാതെ ഇങ്ങോട്ട് മുറിവ് കാണിക്കണമെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് കൈ പിടിച്ച് 2 പേര് അകത്തോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി മുറിവ് കാണിച്ച് കാണിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നഖം പോയെന്ന് പറഞ്ഞു. അത്രേ ഉള്ള സംഭവം. പിന്നെ എന്തോ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരെന്തെങ്കിലും പിടിച്ചുകൊണ്ടുവന്നു. പോൾ ആന്റണിക്ക് കടന്നു വരാനുള്ള വാതിലുകളൊന്നും ആഴ്ചവട്ടം അടച്ചിടുന്നില്ല. അദ്ദേഹത്തിനും പറയാനുള്ളത് പറയാം. നിയമപാലനം ശരിയായ ദിശയ്ക്കാണ് നടന്നതെങ്കിൽ ഈ സംഭവത്തിൽ പല കുറ്റങ്ങൾക്ക് പോൾ ആന്റണിയും പ്രതിയാവും. കുമാറിന്റെ ഭാര്യയെ മർദ്ദിച്ചതിന്, കുമാറിനെ മർദ്ദിച്ചതിന്, അവരെ വംശീയമായി അധിക്ഷേപിച്ചതിന്, പൊതുസ്ഥലത്ത് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന്. പക്ഷെ പോൾ ആന്റണിയെ ഈ ചിത്രത്തിലെങ്ങും കണ്ടില്ല. 2 പേർക്കുമെതിരെ കുറ്റം ചുമത്താവുന്ന ഈ സംഭവത്തിൽ നിയമം നന്നായി അറിയാവുന്ന പുനലൂർ പോലീസ് കുമാറിനെതിരെ മാത്രം വാശിയോടെ നിയമം നടപ്പാക്കിയത് ഏത് സാഹചര്യത്തിലാണ്? പോലീസ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ എളമ്പ കുഞ്ഞപ്പി എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഉണ്ട്, ആ കോൺഗ്രസ്സുകാരനാണ്. ഈ പോളിന് ഭയങ്കര സപ്പോർട്ടാണ്. വീട്ടിൽ വരും, രാത്രിയും പകലും ഒക്കെ വന്നിരുന്നിട്ട് മിക്ക ദിവസം ബൈക്കിൽ വരും, വന്നിരുന്നിട്ട് കുറേ ഒരു 10-12 മണിയാവും പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന് സപ്പോർട്ട് ഇന്നാളിതുപോലെ ആ പ്രശ്നം ഉണ്ടായപ്പം പറഞ്ഞ് എന്ത് വേണേലും ഞാൻ കൈകാര്യം ചെയ്തോളാം, അതുകൊണ്ട് നിങ്ങൾ ആളായിട്ട് നിന്നാൽ മതിയെന്ന് പറഞ്ഞ് പോളിനോട് അത് പറഞ്ഞു കൊടുത്ത് പോളും ഭാര്യ ആ ബലത്തിലാണ് ഞങ്ങളോട് അടിക്ക് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ കയറി അടിച്ചത്. ഞങ്ങൾ അടിച്ചതൊന്നും അവർ വെളിപ്പെടുത്തുന്നുമില്ല, നമ്മൾ കൊടുത്ത പരാതികളും ഇല്ല, നമ്മൾ ചെയ്തതൊന്നുമില്ല. ഈ ചെയ്തത് മൊത്തം അവർ ചെയ്തതാണെന്നും പറഞ്ഞ് ഈ പണത്തിൻ്റെ ബലത്തിൽ, അതായത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ വലം കൈയാണെന്നാണ് പറയുന്നത് ഈ കുഞ്ഞപ്പി എന്ന് പറയുന്ന ആള്. അങ്ങയുടെ പണത്തിന്റെ സ്റ്റേജിലാണ് ഇപ്പൊ ഇത്രയും നടത്തിയതും കള്ളക്കേസ് കുരുക്കിയതും. പുതുപ്പള്ളിക്കാരനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ വലത്തെ കൈ ഇളമ്പൽ ഭാഗത്തെവിടെയോ മറന്നു വച്ചതായി ഒരു ആരോപണം പണ്ടേയുണ്ട്. ഇതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസുകാരാണ്. നിലവിൽ ജനപ്രതിനിധി അല്ലാത്ത ഇളമ്പൽ കുഞ്ഞപ്പിക്ക് ആഭ്യന്തര വകുപ്പിൽ പരോക്ഷമായ ചില ഇടപാടുകൾ ഉണ്ടോ? പോലീസിൽ അങ്ങനെയൊക്കെ സാധിക്കുമോ? പോലീസിന് പണ്ടേ പക്ഷപാതം ഇല്ലല്ലോ.
ഏതായാലും പോൾ ആന്റണിയെ കുറിച്ച് കുമാറിന്റെ ഭാര്യ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. നിരന്തരം പ്രശ്നക്കാര് അടുത്ത വീട്ടിൽ ഇതുപോലെ റാഹേൽ എന്ന് പറഞ്ഞൊരു അമ്മാമ്മയുടെ ഭർത്താവ് അവരുടെ ഭർത്താവിനെ ഇതുപോലെ പോളൊരു പ്രാവശ്യം അടിക്കാൻ ചെന്ന് അടുത്ത വീട്ടിൽ നസീമ എന്ന് പറഞ്ഞൊരു പെണ്ണ് ഓടിച്ചെന്ന് പിടിച്ചത് കൊണ്ട് അന്ന് അടി നടന്നില്ല. നിരന്തരം ഇതൊരു പ്രശ്നമാണ്, വഴക്കാണ്. സ്ത്രീകളെ നല്ല അസഭ്യം പറയുന്ന ഒരു ആളാണ്. ഭയങ്കര ഫാസ്റ്റാണെന്ന് പറയുന്നത് എല്ലാം ഭക്തിയും എല്ലാം ആണ്. പക്ഷേ സ്ത്രീകളെ വിളിക്കുന്നത് അസഭ്യം മാത്രം വിളിക്കും. 5 കുഞ്ഞുങ്ങളുണ്ട് എന്നും വാരി വലിച്ചിട്ട് അടിക്കും. അത് ഭാര്യ അതുപോലെ മർദ്ദനമാണ്. ഞങ്ങൾക്ക് ചെവി നിലയും കേൾക്കത്തില്ല. ആ ഭാര്യയുടെ പപ്പ മരിക്കുന്നത് വരെ വേദനയോടെ മരിച്ചത്. അതോടെ കുടുംബ പ്രശ്നം കാര്യം ശരി. പക്ഷെ അങ്ങനെ പോലും ഒരു നീച സ്വഭാവമുള്ളൊരു മനുഷ്യനായി ഈ പോൾ ആന്റണി. പുനലൂർ എസ്.ഐ ടി.എസ്. ശിവപ്രകാശിനെ കുറിച്ചും ചില ആരോപണങ്ങളുണ്ട്. രാവിലെ ഒരു 9:30 മണിയായപ്പോഴത്തേക്ക് എസ്.ഐ സാറ് വന്ന് വീട്ടിനകത്ത് ചാടി കയറി വെച്ച് എല്ലായിടവും ഒന്ന് പരിശോധിച്ച് ശരവണ എന്തെങ്കിലും ചോദിച്ച് ഞാൻ പറഞ്ഞ ഓട്ടം പോയപ്പോന്ന് പറഞ്ഞപ്പോൾ ഇത്രയുള്ള റൂമെന്ന് ചോദിച്ച് ആണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ്റെ പാസ്പോർട്ട് തരാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് പാസ്പോർട്ട് അല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കിതിനകത്ത് കയറി എടുക്കാനുള്ള അവകാശമുണ്ട്. പോലീസ് ഒരു ഭാഷയും കൂടെ ഒരു ഭാഷയും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞ് അതിനിരിക്കുമല്ല, അതുകൊണ്ട് നീ അങ്ങോട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൈക്ക് തട്ടിയേച്ച് ആ അലമാരിക്കകത്തിരുന്ന പേഴ്സുകൾ പറക്കി നോക്കി 1-2 പേഴ്സുകൾ തപ്പിയപ്പം പാസ്പോർട്ടും ഐഡൻറ്റിറ്റി കാർഡും പിന്നെ സൊസൈറ്റിയിലെ ഐഡൻറ്റിറ്റി കാർഡും കൂടെ 3 എണ്ണം കൂടെ എടുത്ത് അടുത്ത പോലീസ് കൈ നിന്നതിൻ്റെ കൈ കൊടുത്തിട്ട് പിന്നെ മറ്റേ പണിയാണോ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ മാത്രമേ എൻ്റെ മൂത്ത മരുമോളും കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു. ഒരു വനിതാ പോലീസിനെ പോലും കൊണ്ടുവരാതെ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ കൈക്കും തട്ടിച്ച് എനിക്ക് ഈ വീടെല്ലാം എനിക്ക് രാവും പകലും ഇനി ഞാൻ ഇതിനകത്തായിരിക്കും എന്ന് എന്നോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ച് പറഞ്ഞ് പോലീസ് അതിനിരിക്കുമല്ല എന്ന് പറഞ്ഞൊരു ഭാഷയും കൂടെ പറഞ്ഞിട്ട് ഇറങ്ങി ഒരു പോക്ക്. ഇനി എപ്പോഴും ഞാൻ ഇതിനകത്ത് വരും, അത് എപ്പോഴാ സമയമൊന്നും പറയാനൊക്കത്തില്ല. അങ്ങനെ പറഞ്ഞു വെച്ചങ്ങ് പോയി. എന്നെ അത്രയും വിഷമിപ്പിച്ച് എൻ്റെ അലമാരി തുറന്ന് സാധനങ്ങളെല്ലാം എടുക്കുകയായിരുന്നു ചെയ്തത്. ജനമൈത്രി പോലീസ് ഒരു മയവുമില്ലാത്ത ജനമൈത്രി. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് ചിന്തിക്കണം. പോലീസിന്റെ മുന്നിൽ ജനമൈത്രി കൂടി ചേർത്ത് വിളിച്ചാൽ ജനമൈത്രി പോലീസ് ആകുമായിരിക്കും. ജഗതി ആശാൻ പറയും പോലെ പോലീസുകാർക്ക് സ്വന്തമായിട്ട് കൊണ്ടു നടക്കാനാണ് ഡിപ്പാർട്ട്മെന്റ് വക നിയമങ്ങൾ. തൽപര കക്ഷികൾക്ക് വേണ്ടി ആവശ്യാനുസരണം എടുത്ത് പ്രയോഗിക്കാമല്ലോ. ഇങ്ങനെ പോയാൽ ജനമൈത്രി പോലീസിനെ കാണുമ്പോൾ ജനം ഓടി ഒളിക്കും. ശ്രീനിവാസൻ പറയും പോലെ ഇത്ര ജനമൈത്രി ആവശ്യം വരില്ല. ഏറെ രാഷ്ട്രീയവും ജീവിതവും അല്പം പോലീസിംഗുമൊക്കെയായി ഇത്തവണയും ആഴ്ചവട്ടം അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.